നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. ഇനി കളി കാര്യവട്ടത്ത് ഇന്ത്യ ന്യൂസിലാൻഡ് ടീമുകൾ തിരുവനന്തപുരത്തെത്തി. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയ് ജീവനൊടുക്കി. ഇൻകം ടാക്സ് റെയ്ഡിനിടെ സ്വയം വെടിവെച്ചു. ശബരിമല സ്വർണമോഷണം നടൻ ജയറാമിനെ ചോദ്യം ചെയ്തു. ചില മണ്ഡലങ്ങളിൽ 10,000-കണക്കിന് വോട്ടുകൾ ചേർക്കപ്പെടുന്നു. SIR നടപടിയിൽ ഫെബ്രുവരി 2 പ്രതിഷേധം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. അന്താരാഷ്ട്ര ക്രിക്കറ്റ് പോരാട്ടത്തിന്റെ ആവേശമുയർത്തി ഇന്ത്യ ന്യൂസിലാൻഡ് ടീമുകൾ കേരളത്തിന്റെ തലസ്ഥാന നഗരത്തിലെത്തി. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ശനിയാഴ്ച വൈകിട്ട് 7 മണിക്കാണ് മത്സരം. പ്രത്യേക ചാർട്ടേഡ് വിമാനത്തിലാണ് ഇരു ടീമിലെയും താരങ്ങളും പരിശീലകരും എത്തിയത്. തിരുവനന്തപുരത്തെത്തിയ ഇരു ടീമുകൾക്കും വിമാനത്താവളത്തിൽ ആവേശജനമായ സ്വീകരണം ലഭിച്ചു. പ്രിയ താരങ്ങളെ കാണാൻ നിരവധി ആരാധകരാണ് വിമാനത്താവള പരിസരത്ത് തടിച്ചുകൂടിയിരുന്നത്. സഞ്ജു സാംസന്റെ സാന്നിധ്യം വിമാനത്താവളത്തിന് പുറത്ത് തടിച്ചുകൂടിയ ആരാധകർക്ക് കൂടുതൽ ആവേശമായി. ആവേശഭരിതരായ കായിക പ്രേമികളുടെ ഹർഷാവരങ്ങൾക്കിടയിലൂടെ കനത്ത സുരക്ഷാ വലയത്തിലാണ് താരങ്ങളെ പുറത്തേക്ക് എത്തിച്ചത്. ടീമുകളുടെ സന്ദർശനം പ്രമാണിച്ച് വിമാനത്താവളം മുതൽ ഹോട്ടലുകൾ വരെയും സ്റ്റേഡിയം പരിസരത്തും കനത്ത പോലീസ് കാവലാണ് ഏർപ്പെടുത്തിയത്. ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെയുള്ള മുൻകരുതലുകൾ സിറ്റി പോലീസ് നേരത്തെ തന്നെ സജ്ജമാക്കിയിരുന്നു. പ്രമുഖ വ്യവസായിയും റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പായ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഉടമയുമായ ഡോക്ടർ CJ റോയ് 56 ആത്മഹത്യ ചെയ്തു. ബംഗളൂരുവിൽ ഇൻകം ടാക്സ് IT പരിശോധന നടത്തുന്നതിനിടെയാണ് ജീവനൊടുക്കിയത്. CJ റോയുടെ ബംഗളൂരുവിലെ ഓഫീസിലും കഫേയിലും വെള്ളിയാഴ്ച IT ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു. കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് പരിശോധനയ്ക്ക് എത്തിയത്. നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധന. ഉച്ചയ്ക്ക് ശേഷം ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ സെൻട്രൽ ബംഗളൂരുവിലെ റിച്ച്മൗണ്ട് സർക്കിളിന് സമീപമുള്ള കോർപ്പറേറ്റ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. തുടർന്ന് 1 മണിക്കൂറോളം ചോദ്യം ചെയ്തു. ഉദ്യോഗസ്ഥർ ചില രേഖകൾ ആവശ്യപ്പെട്ടപ്പോൾ അവ എടുത്തു നൽകാമെന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോയി. അവിടെ വെച്ച് കൈവശമുണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ച് സ്വയം വെടിയുതിർക്കുകയായിരുന്നു. നെഞ്ചിലാണ് വെടിവെച്ചത്. ഉടൻ തന്നെ HSSR ലേഔട്ടിലെ നാരായണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വെടിവെച്ച തോക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതേസമയം IT ഉദ്യോഗസ്ഥർ സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ സ്ഥാപനങ്ങളിൽ നേരത്തെയും IT ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു. കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ബംഗളൂരുവിൽ പരിശോധന നടത്താൻ അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടി CJ റോയ് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്ന് പരിശോധനകൾക്ക് കോടതി സ്റ്റേ അനുവദിച്ചു. എന്നാൽ കഴിഞ്ഞ ദിവസം കോടതി സ്റ്റേ പിൻവലിച്ചിരുന്നു. ഇതിനുശേഷമാണ് വീണ്ടും പരിശോധനകൾ ആരംഭിച്ചത്. കൊച്ചി സ്വദേശിയായ CJ റോയ്ക്ക് കേരളത്തിലുൾപ്പെടെ നിരവധി സംരംഭങ്ങളുണ്ട്. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന് 160-ൽ ഏറെ പ്രൊജക്റ്റുകൾ ബംഗളൂരിൽ മാത്രമുണ്ട്. ഗൾഫ് മേഖലയിലും നിക്ഷേപങ്ങളുണ്ട്. സിനിമാ നിർമ്മാണ രംഗത്തും CJ റോയ് സജീവമായിരുന്നു. കാസനോവ, മലൈക്കാർ, അറബിക്കടലിൻ്റെ സിംഹം, ഐഡൻറ്റിറ്റി, അനോമി എന്നീ സിനിമകളുടെ സഹനിർമ്മാതാവാണ്. ബഹുരാഷ്ട്ര കമ്പനിയായ HP-യിലെ ജോലി രാജിവെച്ചാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്. ഏവിയേഷൻ, വിദ്യാഭ്യാസം, റീറ്റെയിൽ, സ്പോർട്സ് തുടങ്ങിയ രംഗങ്ങളിലും പ്രവർത്തനം വ്യാപിപ്പിച്ചു. ലിനിയാണ് ഭാര്യ. മക്കൾ രോഹിത്, റിയ. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം SIR നടപടികളിൽ അടിമുടി ദുരൂഹത നിലനിൽക്കുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കുക എന്നത് കൂടിയാണ് SIRൻ്റെ ഉന്നം എന്ന് CPM നേരത്തെ വ്യക്തമാക്കിയതാണ്. പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതും മാറ്റുന്നതും BLOമാരുടെ അറിവോടെ ആയിരിക്കണമെന്നും ആ ലിസ്റ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികളായ BLOമാർക്ക് നൽകണമെന്നും മുൻപേ തീരുമാനിച്ചതാണ്. എന്നാൽ ഇത് നടക്കുന്നില്ലെന്നും MV ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സുതാര്യത ഇല്ലാത്ത രീതിയിലാണ് വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ നടത്തുന്നത്. ചില മണ്ഡലങ്ങളിൽ 10,000-കണക്കിന് വോട്ടുകളാണ് പുതുതായി ചേർക്കപ്പെട്ടതായി കാണുന്നത്. ആരാണ് ഇത് ചേർക്കുന്നതെന്ന് ഒരു കണക്കുമില്ല. ഇത്തരം നീക്കങ്ങൾക്കെതിരെ ഫെബ്രുവരി 2 എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും തിരുവനന്തപുരത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഓഫീസിലേക്കും LDF പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ അപാകതകൾ പരിഹരിക്കുന്നതിന് 2 ആഴ്ച എങ്കിലും സമയം അനുവദിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഗാന്ധിജിയെ ഓർക്കാം, കേരളത്തെ കാക്കാം. വർഗീയതയ്ക്കെതിരെ നാടകം, ബഹുജന സംഗമം.
മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമായ ഇന്ന് വർഗീയ ശക്തികൾക്കെതിരെ നാടകം ബഹുജന സംഗമം സംഘടിപ്പിച്ചു. ഗാന്ധിജിയെ ഓർക്കാം, കേരളത്തെ കാക്കാം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സംസ്ഥാനത്തെ മുഴുവൻ ജില്ലാ കേന്ദ്രങ്ങളിലും ബഹുജന സംഗമം സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐയും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷനും SFIയും ചേർന്നാണ് സംഗമം സംഘടിപ്പിച്ചത്. രാജ്യം നേരിടുന്ന വലിയ വെല്ലുവിളിയായ വർഗീയതയ്ക്കെതിരെയും ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനായുള്ള ബഹുജന മുന്നേറ്റത്തിൽ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്തു. പൂജപ്പുര മൈതാനത്ത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. A. വിജയരാഘവൻ, മറിയം ദാവളെ, വൃന്ദ കാരാട്ട്, MV ജയരാജൻ, ശ്വേത ഭട്ട്, സുഭാഷിണി അലി, മന്ത്രി MV രാജേഷ്, എഴുത്തുകാരൻ ബെന്യാമിൻ തുടങ്ങിയവർ വിവിധ ജില്ലകളിൽ ഉദ്ഘാടനക്കാരായി. കണ്ണൂരിൽ മഹിളാ അസോസിയേഷൻ നേതാവ് സുഭാഷിണി അലി ഉദ്ഘാടനം ചെയ്തു. PK ശ്രീമതി, KK രാഗേഷ്, DYFIയുടെയും SFIയുടെയും നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. ശബരിമല ശ്രീകോവിലിലെ കട്ടിളപ്പാളിയിലെ സ്വർണം അപഹരിച്ച കേസുമായി ബന്ധപ്പെട്ട് നടൻ ജയറാമിനെ SIT ചോദ്യം ചെയ്തു. നടൻ്റെ ചെന്നൈയിലെ വീട്ടിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ജയറാമിന് ബന്ധമുണ്ടെന്ന് വ്യക്തമായതിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യൽ. ഉണ്ണികൃഷ്ണൻ പോറ്റി പലതവണ വീട്ടിൽ വന്ന് പൂജകൾ ചെയ്തിട്ടുണ്ടെന്നും ജയറാം മൊഴി നൽകി. കട്ടിളപ്പാളിയിലെ സ്വർണവും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണവും അപഹരിച്ച കേസുകളിൽ മുഖ്യ പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. പോറ്റിയുടെ ജാമ്യ അപേക്ഷ കഴിഞ്ഞ ആഴ്ച കോടതി തള്ളിയിരുന്നു. ദുരന്തബാധിതരോട് മാപ്പ് പറഞ്ഞിട്ട് വേണം T. സിദ്ദിഖ് ടൗൺഷിപ്പിൽ കയറേണ്ടത്. DYFI പറഞ്ഞ വാക്ക് പാലിച്ചു. PK സനോജ്. ദുരിതാശ്വാസ നിധിയിലേക്ക് 1 പൈസ പോലും നൽകരുതെന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കളെ തള്ളിപ്പറഞ്ഞ് ദുരന്തബാധിതരോട് മാപ്പ് പറഞ്ഞു വേണം T. സിദ്ദിഖ് MLA വയനാട്ടിലെ ടൗൺഷിപ്പിൽ കയറേണ്ടതെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞു. ടൗൺഷിപ്പിൽ ഉയരുന്ന വീടുകളിൽ DYFI സ്വരൂപിച്ച പണമുണ്ട്. എന്നാൽ അതിന് DYFI എന്ന പേര് നൽകി ഉടമസ്ഥാവകാശം സ്ഥാപിക്കാൻ സംഘടന ആഗ്രഹിക്കുന്നില്ലെന്നും സനോജ് പറഞ്ഞു. ടൗൺഷിപ്പ് പ്രദേശം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പുനരധിവാസത്തിന്റെ ഭാഗമായി DYFI 2024 ജൂലൈ 31-ന് 25 വീടെങ്കിലും നിർമ്മിച്ചു നൽകുമെന്നാണ് പ്രഖ്യാപിച്ചത്. എന്നാൽ DYFI വിശ്വാസം അർപ്പിച്ച് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ജനത 100 വീട് നിർമ്മിക്കാൻ ആവശ്യമായ പണം ഏൽപ്പിച്ചു. 20 ലക്ഷം രൂപ ഒരു വീടിന്റെ തുകയായി കണക്കാക്കിയാണ് സർക്കാർ ഉത്തരവിറക്കിയത്. അങ്ങനെ 20 കോടി രൂപ സംസ്ഥാന സർക്കാരിന് DYFI കൈമാറി. ജനങ്ങൾക്ക് നൽകിയ വാക്ക് DYFI പാലിച്ചു. DYFI നിർമ്മിച്ച വീട് തൊട്ടു കാണിക്കാമോ എന്നൊക്കെ കോൺഗ്രസ് മുസ്ലിം ലീഗ് അണികൾ സോഷ്യൽ മീഡിയയിലൂടെ വെല്ലുവിളി നടത്തുന്നുണ്ട്. 20 കോടി രൂപ കൈമാറിയതിന് തെളിവുണ്ടോ എന്നും ഇവർ ചോദിക്കുന്നുണ്ട്. എന്നാൽ 100 വീട് നിർമ്മിച്ചിട്ട് അവയുടെ ചുമരിൽ DYFI എന്ന് എഴുതി വെക്കാൻ സംഘടന തയ്യാറല്ല. സർക്കാരിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച് നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാകും DYFI സഹായിക്കുക എന്നാണ് പറഞ്ഞത്. ദുരന്തബാധിതരുടെ ആത്മാഭിമാനത്തിന് മുറിവേൽപ്പിക്കുന്ന വിധത്തിലാകരുത് എന്ന നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ് വീടുകൾ ഔദാര്യമായല്ല അവകാശമായാണ് ദുരന്തബാധിതർക്ക് തോന്നേണ്ടതെന്നും സനോജ് മാധ്യമങ്ങളോട് പറഞ്ഞു. പുനരധിവാസത്തിനായി 20 കോടി രൂപ നൽകിയതിന്റെ ബാങ്ക് രേഖയും മാധ്യമങ്ങൾക്ക് മുന്നിൽ സനോജ് പ്രസിദ്ധപ്പെടുത്തി. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് സർക്കാർ ടൗൺഷിപ്പ് പദ്ധതിക്കായി ചുമതല ഏറ്റെടുത്തത്. DYFIയുടെയും സംസ്ഥാന സർക്കാരിന്റെയും ഊരാളുങ്കലിന്റെയും പ്രതിനിധികൾ ചേർന്ന് കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. DYFIയുടെ പ്രവർത്തനങ്ങൾ സുതാര്യമാണെന്നും സനോജ് പറഞ്ഞു. ആദ്യഘട്ടമായി 30 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നും അത് സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നുമാണ് അന്നത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. പ്രിയങ്ക ഗാന്ധി 100 വീട് നൽകുമെന്നും പറഞ്ഞു. എന്നാൽ ഇതുവരെയും വയനാടിന്റെ MP ആയ പ്രിയങ്ക MP ഫണ്ടിൽ നിന്നും 5 പൈസ പോലും പണം നൽകിയില്ല. നേരത്തെ രാഹുൽ ഗാന്ധി വയനാട് MP സ്ഥാനമൊഴിഞ്ഞപ്പോൾ പറഞ്ഞത് താൻ ഇവിടുന്ന് പോകുന്നുവെങ്കിലും ഇനി വയനാടിന് 2 MPമാരുടെ ഗുണമുണ്ടാകുമെന്നാണ്. പക്ഷേ അര MPയുടെ ഗുണം പോലും വയനാട്ടുകാർക്ക് ഉണ്ടായിട്ടില്ല. യൂത്ത് കോൺഗ്രസ് പിരിച്ച പണത്തിന്റെ കണക്ക് ആദ്യം ചോദിച്ചത് അവരുടെ സംഘടനയിൽപ്പെട്ടവരാണ്. പിന്നീട് വാർത്തകൾ വന്നപ്പോൾ 78 ലക്ഷം രൂപയാണ് പിരിച്ചതെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. 78 ലക്ഷം രൂപയ്ക്ക് 30 വീടുകൾ നിർമ്മിക്കാനാകുമോ എന്നും സനോജ് ചോദിച്ചു. സ്കിൽ ട്രെയിനിങ് കോഴ്സ് പൂർത്തീകരിച്ചവർക്ക് നിയമന ഉത്തരവ് കൈമാറി. ജില്ലാ പഞ്ചായത്തിന്റെ നൈപുണ്യ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലയിലെ പട്ടികജാതി വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കിയ സ്കിൽ ട്രെയിനിങ് കോഴ്സ് വിജയകരമായി പൂർത്തീകരിച്ചവർക്കുള്ള നിയമന ഉത്തരവ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ കൈമാറി. പട്ടികജാതി വികസന വകുപ്പ്, തലശ്ശേരി NTTF എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. 10 മാസം ദൈർഘ്യമുള്ള CNC മെഷീനിസ്റ്റ് കോഴ്സ് പൂർത്തീകരിച്ച 12 കുട്ടികൾക്കാണ് നിയമന ഉത്തരവ് നൽകിയത്. UAE അജ്മാനിലെ
ഫെയിൽ സ്റ്റീൽ മാനുഫാക്ചറിംഗ്, ടാറ്റ ഇലക്ട്രോണിക്സ് ഹൈസൂൺ, ഇടഞ്ഞുവേറ്റഡ് എയറോസ്പേസ് സൊല്യൂഷൻസ് ബാംഗ്ലൂർ, സ്പിൻസോഫ്റ്റ് ടെക് ചെന്നൈ തുടങ്ങിയ മൾട്ടിനാഷണൽ കമ്പനികൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലാണ് നിയമനം ലഭിച്ചത്. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബോബി എണ്ണശ്ശേരിയിൽ അധ്യക്ഷനായി. ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ കെ മനോഹരൻ പദ്ധതി വിശദീകരിച്ചു. വൈസ് പ്രസിഡന്റ് ടി ഷബിന, ജില്ലാ പഞ്ചായത്ത് ഫിനാൻസ് ഓഫീസർ എം മുകുന്ദൻ, NTTF സീനിയർ ഓഫീസർ വികാസ് PV പവിത്രൻ, R അയ്യപ്പൻ, VM സരസ്വതി എന്നിവർ പങ്കെടുത്തു. അറിവ് ബോധവൽക്കരണം പരിപാടി സംഘടിപ്പിച്ചു. എടക്കാട് മത്സ്യഗ്രാമം തോർമൽ ഫിഷ് മാച്ചിംഗ് സെന്ററിൽ അറിവ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. വടപ്പലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM അതുൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കെ നിമിഷ അധ്യക്ഷനായി. സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, KCCC, മത്സ്യ ബോർഡ്, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ എന്നീ വിഷയങ്ങളിൽ കണ്ണൂർ ഫിനാൻഷ്യൽ ലിറ്ററസി ഫോറം പ്രതിനിധികളായ സന്തോഷ്, സംഗീത, റീജിയണൽ എക്സിക്യൂട്ടീവ് രാജേഷ് എന്നിവർ ക്ലാസ് എടുത്തു. മത്സ്യഫെഡ് ആനുകൂല്യങ്ങളെക്കുറിച്ച് പ്രൊജക്ട് ഓഫീസർ അനുശ്രീ വിശദീകരിച്ചു. കേരള സമുദ്ര മത്സ്യബന്ധന നിയമനങ്ങളെക്കുറിച്ചും തീരസുരക്ഷയെക്കുറിച്ചും സാഫ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ചും തലശ്ശേരി മത്സ്യഭവൻ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ AK സംഗീത വിശദീകരിച്ചു. 60 പേർ ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുത്തു. മുടപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബേബി ഷാന, TK റഹീന, രാജേഷ് കുനിയിൽ, ഫിഷറീസ് ഓഫീസർ S സീന എന്നിവർ സംസാരിച്ചു. സ്മൈൽ പഠന സഹായി പ്രകാശനം ചെയ്തു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്മൈൽ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി SSLC ഹയർ സെക്കൻഡറി ക്ലാസുകൾക്കായി തയ്യാറാക്കിയ പഠന പിന്തുണ സഹായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ പ്രകാശനം ചെയ്തു. ഡയറ്റിന്റെ സമഗ്ര ശിക്ഷ കേരളത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ശില്പശാലകളുടെ സഹായത്തോടെയാണ് പഠന സഹായി തയ്യാറാക്കിയത്. വിവിധ വിഷയങ്ങളിലായി 100ഓളം പേരടങ്ങുന്ന സ്മൈൽ റിസോഴ്സ് ഗ്രൂപ്പ് അംഗങ്ങളാണ് പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുത്തത്. SSLC പരീക്ഷാ വിജയ ശതമാനത്തിൽ കണ്ണൂർ ജില്ലാ സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം നേടുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ ഇത്തരം പ്രവർത്തനങ്ങളുടെ ഫലമായി കൂടിയാണ്. സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി വിദ്യാലയത്തിൽ പ്രത്യേക ക്ലാസുകൾ, പഠന ക്യാമ്പുകൾ, രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസുകൾ, കൗൺസിലിംഗ്, മാതൃകാ പരീക്ഷകൾ എന്നിവ നടന്നു വരുന്നുണ്ട്. ഈ വർഷം മുതൽ LP UP വിഭാഗങ്ങളിലേക്കുള്ള സ്മൈൽ പദ്ധതി വ്യാപിപ്പിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് കൗൺസിൽ ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ഷബിന, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ DE ഷൈന, ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ K വിനോദ് കുമാർ, സമഗ്ര ശിക്ഷ DPO C വിനോദ്, സ്മൈൽ കോർഡിനേറ്റർമാരായ K ബീന, ഡോക്ടർ SK ജയദേവൻ എന്നിവർ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ശില്പശാല. ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി ഏകദിന ശില്പശാല നടത്തി. വ്യവസായവൽക്കരണം ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുടെ ലൈസൻസ്, കേരള സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ സുഗമമാക്കാൻ ആക്ട്, കേരള ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ഫെസിലിറ്റേഷൻ ആക്ട്, സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ്, KSWIP സോഫ്റ്റ്വെയർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അനുമതികൾ എന്നിവ വിഷയങ്ങളിലായിരുന്നു ക്ലാസുകൾ. വിരമിച്ച പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ K സോമൻ, KSFIT പ്രൊജക്ട് എക്സിക്യൂട്ടീവ് NP ഷൈമ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ ഉദ്യോഗസ്ഥർ എന്നിവർ ക്ലാസുകൾക്ക് കൈകാര്യം ചെയ്തു. കശുമാങ്ങ സംസ്കരണവും മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണവും പരിശീലനം. കണ്ണൂർ റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മടക്കത്തറ കശുമാവ് ഗവേഷണ കേന്ദ്രവും സംയുക്തമായി വനിതകൾക്ക് കശുമാങ്ങ സംസ്കരണത്തിലും മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിലും ഒരു ദിവസത്തെ സൗജന്യ പരിശീലനം സംഘടിപ്പിച്ചു. റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടന്ന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം കേരള കാർഷിക സർവകലാശാല മടക്കത്തറ കശുമാവ് ഗവേഷണ കേന്ദ്രം മേധാവി ജലജ S മേനോന്റെ അധ്യക്ഷതയിൽ റൂട്ട്സെറ്റിന്റെ ഡയറക്ടർ ദീപകൃഷ്ണൻ നിർവഹിച്ചു. ഡോക്ടർ ഹസ്ന കശുമാങ്ങ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. അഭിലാഷ് നാരായണൻ സ്വാഗതവും റോഷ്നി C നന്ദിയും പറഞ്ഞു. 40ഓളം വനിതകൾ പരിശീലനത്തിൽ പങ്കെടുത്തു. കശുമാങ്ങയിൽ നിന്നും 10ഓളം ഉൽപ്പന്നങ്ങൾ പരിശീലനത്തിൽ ഉണ്ടാക്കി. അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം സംഘാടക സമിതി രൂപീകരണ യോഗം ഫെബ്രുവരി 2-ന് കല്യാട് അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആദ്യഘട്ട ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം ഫെബ്രുവരി 2 രാവിലെ 10:30 കല്യാട് വന്ദന ഓഡിറ്റോറിയത്തിൽ നടക്കും. KK ശൈല ടീച്ചർ MLA, നാഷണൽ ആയുഷ് മിഷൻ ഡയറക്ടർ ഡോക്ടർ സജിത് ബാബു, ആയുർവേദ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ TD ശ്രീകുമാർ എന്നിവർ പങ്കെടുക്കും. ഫെബ്രുവരി 20 രാവിലെ 10 മണിക്ക് അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 311 ഏക്കർ വിസ്തൃതിയിലുള്ള സ്ഥലത്ത് 400 കോടി രൂപ ചെലവിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന ഈ ബൃഹത്തായ
ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആദ്യഘട്ട നിർമ്മാണം 190 കോടി രൂപ ചെലവഴിച്ചാണ് പൂർത്തിയാക്കിയത്. ജില്ലാ കേരളോത്സവം നാളെ മന്ത്രി KR കേളു ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ജില്ലാ പഞ്ചായത്തും സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിൻ്റെയും നേതൃത്വത്തിൽ നടക്കുന്ന ജില്ലാ കേരളോത്സവം നാളെയും മറ്റന്നാളുമായി പെരളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു നാളെ വൈകിട്ട് 4:30 കേരളോത്സവം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനാകും. പെൻസിൽ ഡ്രോയിങ്, പെയിൻറ്റിംഗ്, വാട്ടർ കളർ, കാർട്ടൂൺ, മെഹന്തി, കളിമൺ നിർമ്മാണം, പുഷ്പാലങ്കാരം, കഥാകവിത, ഉപന്യാസ രചനാ മത്സരങ്ങൾ, ഭരതനാട്യം, കുച്ചിപ്പുടി, കേരള നടനം, മോഹിനിയാട്ടം, മാർഗംകളി, കഥക്, ഓട്ടൻതുള്ളൽ, ഏകാംഗ നാടകം, ലളിതഗാനം, കർണാടക സംഗീത വായ്പാട്ട്, ഹിന്ദുസ്ഥാനി ദേശഭക്തിഗാനം, നാടോടിപ്പാട്ട്, സംഘഗാനം, പ്രസംഗം, കവിതാലാപനം, കഥാപ്രസംഗം എന്നീ മത്സരങ്ങൾ നടക്കും. ഫെബ്രുവരി 1 ദഫ്മുട്ട്, വത്തപ്പാട്ട്, കോൽക്കളി, ഒപ്പന, നാടോടിനൃത്തം, തിരുവാതിര, സംഘനൃത്തം, മൈം, മോണോ ആക്ട്, മിമിക്രി, മാപ്പിളപ്പാട്ട് എന്നീ ഇനങ്ങളിൽ മത്സരങ്ങൾ നടക്കും. വൈകിട്ട് 4:30 സമാപന സമ്മേളനം നടക്കും. തളിപ്പറമ്പ് IFFK റീജിയണൽ ഫിലിം ഫെസ്റ്റിവൽ സംഘടന സമിതി രൂപീകരണ യോഗം നാളെ. തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഹാപ്പിനെസ് ഫെസ്റ്റിവൽ, IFFK റീജിയണൽ ഫിലിം ഫെസ്റ്റിവൽ എന്നിവയുടെ സംഘാടക സമിതി യോഗം നാളെ ശനിയാഴ്ച വൈകിട്ട് 4 തളിപ്പറമ്പ് ഹാപ്പിനെസ് സ്ക്വയറിൽ MV ഗോവിന്ദൻ MLA ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി S അജോയ് അധ്യക്ഷനാകും. ഫെബ്രുവരി 21 മുതൽ 23 വരെയാണ് തളിപ്പറമ്പ് IFFK റീജിയണൽ ഫിലിം ഫെസ്റ്റ് നടക്കുന്നത്. ക്ലാസിക്, ക്രൗൺ, അല്ലെങ്കിൽ പാരഡൈസ് തിയേറ്ററുകളിൽ നടക്കുന്ന ഫെസ്റ്റിവലിൽ തിരുവനന്തപുരം രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ച മികച്ച സിനിമകളാണ് പ്രദർശിപ്പിക്കുക. ധർമ്മശാല എഞ്ചിനീയർ കോളേജ് മൈതാനത്തും ആന്തൂർ നഗരസഭ സ്റ്റേഡിയത്തിലുമായി ഫെബ്രുവരി 13 മുതൽ 19 വരെ നടക്കുന്ന ഹാപ്പിനെസ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായാണ് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. കലാപരിപാടികൾ, അമ്യൂസ്മെൻറ്റ്, മെഗാ ഷോകൾ, വികസന എക്സിബിഷൻ, വിപണന സ്റ്റാളുകൾ, സെമിനാറുകൾ തുടങ്ങിയവയാണ് ഹാപ്പിനെസ് ഫെസ്റ്റിവലിൻ്റെ മറ്റ് ആകർഷണം. വാട്ടർ വളണ്ടർ ഗ്രൂപ്പ് രൂപീകരണത്തിന് കണ്ണൂർ ജില്ലയിൽ തുടക്കമായി. ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ജലസാക്ഷരത പ്രവർത്തനങ്ങൾ വ്യാപിക്കുന്നതിനുമായി ജില്ലയിൽ ആരംഭിച്ച വാട്ടർ വളണ്ടർ ക്യാമ്പയിൻ്റെ ഭാഗമായി വളണ്ടിയർ ഗ്രൂപ്പ് രൂപീകരണം ആരംഭിച്ചു. കതിരൂർ, എരഞ്ഞോളി, മൊകേരി, തൊക്ലി, നാറാത്ത് പഞ്ചായത്തുകളാണ് വളണ്ടിയർ ഗ്രൂപ്പുകളുടെ രൂപീകരണം ആരംഭിച്ചത്. ജില്ലയിലെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഗ്രൂപ്പുകളുടെ രൂപീകരണം ഉടൻ പൂർത്തീകരിക്കും. ജലസംരക്ഷണ പ്രവർത്തനങ്ങളിൽ താൽപ്പര്യമുള്ള വ്യക്തികൾ, സംഘടനകൾ എന്നിവർക്ക് ഇത്തരം ഗ്രൂപ്പുകൾ രൂപീകരിക്കാൻ വാട്ടർ വളണ്ടിയർ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നതിന് വാനൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് N പ്രസീത ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് N സുധീഷ് അധ്യക്ഷനായി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK രാജീവൻ, ഹരിത കേരള ജില്ലാ മിഷൻ കോർഡിനേറ്റർ EK സോമശേഖരൻ, മോർ ഡയറക്ടർ കിഷോർ ലാൽ എന്നിവർ പങ്കെടുത്തു. A ശുക്കൂർ മാസ്റ്റർ സ്മാരക വായനശാല N ഗ്രന്ഥാലയവും CPM പുന്നക്കപ്പാറ ബ്രാഞ്ച് ഓഫീസിൻ്റെ ഉദ്ഘാടനവും ഞായറാഴ്ച നടക്കും. കേരളത്തിലെ അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്ന KSTയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി, പ്രസിഡന്റ്, സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും CPM ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന സാംസ്കാരിക പ്രവർത്തകനായ ശുക്കൂർ മാസ്റ്ററുടെ സ്മരണക്കായി പണിതര വായനശാലയും CPM ബ്രാഞ്ച് ഓഫീസിൻ്റെയും കെട്ടിട ഉദ്ഘാടനം ഫെബ്രുവരി 1 ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് അഴീക്കോട് പുന്നക്കപ്പാറയിൽ നടക്കും. CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. KV സുമേഷ് MLA ഫോട്ടോ അനാച്ഛാദനം നടത്തും. CPM ഏരിയ സെക്രട്ടറി KP സുധാകരൻ ലൈബ്രറി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പ്രദേശവാസികളുടെ കലാപരിപാടികൾ, മ്യൂസിക്കൽ മെഗാ ഫൈറ്റും ഉണ്ടാകും. മേലച്ചൊവ്വ ഉച്ചൊരു കരാത്തെ സ്കൂളിൽ കിക്ക് ബോക്സിംഗ്, മിക്സഡ് മാർഷൽ ആർട്സ് പരിശീലനം നടക്കുകയാണ്. ഫെബ്രുവരി 1 ഞായറാഴ്ച 11 മണി മുതലാണ് വൈകുന്നേരം 5 മണി വരെയാണ് പരിശീലനം. ഇംഗ്ലണ്ടിൽ നിന്നുള്ള മാസ്റ്റർ ടോം ജേക്കബ് കിക്ക് ബോക്സിംഗ് മാർഷൽ ആർട്സ് പരിശീലനം നൽകുന്നതാണ്. കിക്ക് ബോക്സിംഗ് ക്യാമ്പിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് മുമ്പായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ
94 47 64 56 28 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. ഇതോടെ ഇന്നത്തെ അസാധ്യ വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.